പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ മറ്റന്നാൾ 7ാം ഘട്ട വോട്ടെടുപ്പാണ്. അപ്പോൾ ഈ പരസ്യപ്രചാരണമൊക്കെ നാളത്തോടുകൂടി തീരുകയാണ്. ഇതിനിടയിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി വീണ്ടും ഒരു ധ്യാനത്തിനിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. എന്നുവെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം ഉത്തരാഖണ്ഡിലായിരുന്നു ധ്യാനം വരുന്നത്. ഇത് അന്ന് ഉത്തരേന്ത്യ ആയിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഇത്തവണ ധ്യാനം ഇരിക്കാൻ പോകുന്നത് വിവേകാനന്ദ പാറയിലാണ്, കന്യാകുമാരിയിലാണ്. ദക്ഷിണേന്ത്യയിൽ കാര്യമായി ചൂടുറപ്പിക്കാൻ BJP ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് ധ്യാനം മാറ്റുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടല്ല ഈ ധ്യാനം, വോട്ടെടുപ്പിന് മുമ്പേ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ കൃത്യമായ ഒത്താശയും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു തരം വിമർശനങ്ങളൊക്കെ എല്ലായിടങ്ങളിൽ നിന്നും വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ധ്യാനം. അപ്പോൾ അതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. ദാവൂദ് സാഹിബ്, ഇത്തവണത്തെ ധ്യാനത്തിന് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങളും പ്രത്യേകതകളും ഉണ്ടെന്നാണ് കരുതുന്നത്? അല്ല സൈഫു, ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്. അജിംസൊക്കെ പറയുമ്പോൾ എന്നോട് പിണങ്ങാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്ററാണ് നരേന്ദ്രമോദി. അതൊരു വാസ്തവമാണ്, നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. അപ്പം അദ്ദേഹം എന്തിനാണ് ഈ പറയുന്ന 21-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലേ, 29-ന് എൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. അന്ന് വൈകുന്നേരം കന്യാകുമാരിയിൽ പോകുന്നു. 30-ാം തീയതി മുഴു ദിവസം, 1-ാം തീയതി 30-ന് വൈകുന്നേരം, 31 മുഴുവൻ ദിവസം, 1-ാം തീയതി മുഴുവൻ ദിവസം, 3 ദിവസം അവിടെ ധ്യാനം ഇരിക്കുകയാണ്. എവിടെയാണ് ധ്യാനം ഇരിക്കുന്നത്? കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ. അപ്പോൾ വിവേകാനന്ദ ഇവിടെ സേഫ് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന് ഇത് നോക്കി നിൽക്കുകയല്ലാതെ വേറൊന്നും പറ്റില്ല. ഇലക്ഷൻ കമ്മീഷനിൽ ഇടപെടാനൊന്നും പറ്റില്ല. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോയി ധ്യാനം ഇരിക്കുമ്പോൾ അത് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അവിടെ ധ്യാനം ഇരിക്കുക അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിലൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദൻ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യ അല്ല. വിവേകാനന്ദന് സ്വാധീനം ദക്ഷിണേന്ത്യയേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ്. ഒരു പാൻ ഇന്ത്യൻ ഐക്യനാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിലുള്ളതിനേക്കാൾ സ്വീകാര്യത വിവേകാനന്ദൻ എവിടെയുണ്ട്? ഉത്തരേന്ത്യയിലാണ്. അദ്ദേഹം ബംഗാളിയാണ്, മനസ്സിലാകും. വിവേകാനന്ദൻ എന്ന് പറയുന്നത് ബംഗാളിയാണ്. അത് ഇതിൻ്റെ ഒരു രസകരമായ ചരിത്രമുണ്ട്. എന്ന് വെച്ചാൽ ഈ വിവേകാനന്ദ പാറ എന്ന് പറയുന്ന സേഫ് അവിടെ പോയിട്ടില്ലേ? ഈ ക്യാമ്പയിൽ പോയിട്ടില്ലേ? അപ്പോൾ ആ പാറ സെൻറ്റ് സേവിയേഴ്സ് റോക്ക് എന്നായിരുന്നു അവിടുത്തെ ലോക്കൽ ക്രിസ്ത്യൻസ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. കന്യാകുമാരിയിൽ അവിടെ വലിയൊരു കുരിശൊക്കെ ഉണ്ടായിരുന്നു. സെൻറ്റ് സേവിയേഴ്സ് റോക്ക് എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വിവേകാനന്ദ പാറയാണ്. അത് വിവേകാനന്ദന് സ്മാരകം പണിയണം എന്ന് പറയുന്ന ഒരു ആവശ്യം വരുന്നത് RSSൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിന് മുൻകൈ എടുക്കുന്നത് ഏക്നാഥ് റാനഡെ എന്ന് പറഞ്ഞിട്ട് RSSൻ്റെ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു നേതാവുണ്ടായിരുന്നു. ദീർഘകാലം RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, സർ കാര്യവാഹ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു പ്രോജക്റ്റുമായിട്ട് 60കളിലാണ് ആ പ്രോജക്റ്റുമായിട്ട് അദ്ദേഹം ഇറങ്ങുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ പോയി കാണുന്നുണ്ട്. പിന്നെ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ഭക്തവത്സലൻ, അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും അദ്ദേഹം പോയി കാണുന്നുണ്ട്. പിന്നെ അതിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ ലാൽ ബഹദൂർ ശാസ്ത്രി അതിന് വലിയ തോതിൽ പിന്തുണ കൊടുത്ത ആളാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി കോൺഗ്രസ് നേതാവാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ മുമ്പ് വായിച്ച ഓർമ്മയാണ്. ഇവരെഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഏക്നാഥ് റാനഡെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും പോയി കണ്ടിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ട്. അതായത് ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരുകളുടെ തന്നെ സാമ്പത്തിക സഹായം. ഇത് വലിയൊരു പ്രോജക്റ്റാണ്, വലിയ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള പാറയല്ലേ. അപ്പോൾ അതിൽ അന്ന് സഹായം കൊടുക്കാതിരിക്കുക മാത്രമല്ല, നൽകില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞ ഒരേ ഒരാൾ EMS ആണെന്ന് പറയപ്പെടുന്നുണ്ട്. EMS അതിനോട് സഹകരിച്ചില്ല എന്നുള്ളത്. അത് EMS എന്നതിലുള്ള ഒരു ആരോപണമായിട്ട് RSSകാർ ഉന്നയിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു പോയിട്ടല്ലത്. അപ്പോൾ അന്ന് കേന്ദ്രത്തിൽ കൾച്ചറൽ മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന ഹുമയൂൺ കബീർ ആയിരുന്നു. ഹുമയൂൺ കബീർ പറഞ്ഞു, ഇത് അവിടെ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുറൽ അതിൻ്റെ പ്രകൃതി താളം തെറ്റും, അതുകൊണ്ട് അവിടെ ഒന്നും സ്ട്രക്ചേഴ്സ് വരാൻ പാടില്ലെന്ന് ഹുമയൂൺ കബീർ പറഞ്ഞപ്പോൾ, ഹുമയൂൺ കബീർ ബംഗാളിയാണ്, വെസ്റ്റ് ബംഗാൾ എന്നുള്ള ആളാണ്. അദ്ദേഹം ബംഗാളിൽ പോയിട്ട് RSSകാർ ഭീകരമായിട്ട് ഇദ്ദേഹത്തിനെതിരെ പ്രസംഗിച്ചു. ബംഗാളിയായിട്ടുള്ള നമ്മുടെ വിവേകാനന്ദൻ്റെ സ്മാരകം വരുന്നതിന് ബംഗാളിൽ നിന്നുള്ള ഇയാൾ എതിർക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേർക്കെതിരെ ഭീകരമായിട്ട് പ്രസംഗിച്ചു. അവസാനം അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. പിന്നീട് ഭക്തവത്സലനും സമ്മതിച്ചു. തുടക്കത്തിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു.
എനിവേ ഇത് കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുള്ള ഒരു RSS കൾച്ചറൽ പ്രോജക്റ്റായിരുന്നു ഈ വിവേകാനന്ദ കേന്ദ്രം അവിടെ സ്ഥാപിക്കുക എന്നുള്ളത്. അതിലവർ വിജയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പോയി ഇരിക്കുന്ന സ്ഥലത്തിന് ആത്മീയമായി എന്നുള്ളതിനേക്കാൾ രാഷ്ട്രീയമായിട്ടുള്ള വാല്യൂ, അതിൻ്റെ ഒരു കൊനോട്ടേഷണൽ വാല്യൂ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ഈ സ്പിരിച്വാലിറ്റിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയമാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഒരാൾക്ക് പോയിരിക്കാവുന്ന ഏറ്റവും മികച്ചൊരു സ്ഥലമാണത്. അവിടുത്തെ ധ്യാന മണ്ഡപം നല്ല രസമാണ് അവിടെ ഇരിക്കാൻ, ഭയങ്കരമായ ഏകാഗ്രത കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താണ് കൊട്ടിക്കലാശം നമ്മൾ പറയുന്ന പരസ്യപ്രചാരണം കഴിഞ്ഞാൽ മോദിക്ക് പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇദ്ദേഹം അവിടെ പോയി ഇരുന്നാൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഈ വോട്ടേഴ്സിലേക്ക് ഈ സന്ദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത് തന്നെയാണ് 2019 അദ്ദേഹം ചെയ്തത്. മെയ് ഈ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ പരസ്യപ്രചാരണം അവസാനിച്ച് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം ഇവിടെ പോകുന്നത്, കേദാർനാഥിലേക്ക് പോകുന്നത്. കേദാർനാഥിൽ നിന്ന് പോകുന്നു, ധ്യാനത്തിലിരിക്കുന്ന പടം വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് ഈ ക്യൂവിൽ നിൽക്കുന്ന ഇത് കേദാർനാഥിലെ മാതിരിയല്ല, കന്യാകുമാരി പോളിംഗ് നടക്കുമ്പോഴും അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരളവിലൊക്കെ വിജയിക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയാം ഒരു വിദ്വേഷ മഹോത്സവം ആക്കി മാറ്റുകയാണ്. എന്താണ് സെലിബ്രേഷൻ ഓഫ് ഹെയ്റ്റ്. ഇന്ത്യയിലെ ഈ പൊതു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് അതൊരു ഹെയ്റ്റിൻ്റെ സെലിബ്രേഷനായിരുന്നു, മഹോത്സവം, ജുഗൽബന്ദി ആയിരുന്നു, വെറുപ്പിൻ്റെ ജുഗൽബന്ദി. ആ ജുഗൽബന്ദിക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറയുന്ന മാന്യൻ, ഈ പ്രധാനമന്ത്രി. അദ്ദേഹം ഒരു വശത്ത് വെറുപ്പും മറുവശത്ത് ആധ്യാത്മികതയും, അസാധാരണമായിട്ടുള്ളൊരു ബ്ലെൻഡാണുള്ളത്. ഇത് ടാറ്റയുടെ മിശ്രിതം, മറ്റേ കണ്ണൻ ദേവൻ പാക്കിംഗ് എന്നൊക്കെ പറയുന്നത്, വെറുപ്പും ആധ്യാത്മികതയും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള അങ്ങേയറ്റം കൗതുകകരമായുള്ളൊരു തിരഞ്ഞെടുപ്പ് കാലമാണ് കടന്നു പോകുന്നത്. അത് ഇന്ത്യയിൽ വിജയിക്കില്ല എന്ന് പറയാൻ എനിക്ക് ആത്മവിശ്വാസമില്ല. ഇന്ത്യയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബ്ലെൻഡ് തന്നെയാണത്. അജിംസ, കഴിഞ്ഞ തവണയിൽ നിന്നും കാര്യമായൊരു വ്യത്യാസം ഇത്തവണ ധ്യാനത്തിനിരിക്കുമ്പോൾ അദ്ദേഹം ഈ രാമമന്ദിരമൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബലത്തിലാണ് വരുന്നത്. തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, വെറും ഒരു ജന്മമല്ല താൻ, അതിനപ്പുറത്തേക്ക് ദൈവം പ്രത്യേകമായി ഭൂമിയിലേക്ക് അയച്ച ഒരാളാണ്. അപ്പോൾ ഈ ധ്യാനം കുറെ കൂടി വർക്കൗട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ BJP? അല്ല, അദ്ദേഹം 4ാമത്തെ 5ാമത്തെ ഘട്ടത്തിലാണ് ഞാൻ ബയോളജിക്കൽ അല്ല എന്ന് പറയുന്നത്. അതായത് അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് സ്വയം ഞാൻ കൺവിൻസ്ഡായി, തോന്നിയെന്ന് പോലല്ല പറയുന്നത്, ഞാൻ കൺവിൻസ്ഡായി. എന്നെ ഭഗവാൻ പരമാത്മ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. എല്ലാവരെയും പോലെ ബയോളജിക്കലായിട്ടുള്ളൊരു ബർത്ത് അല്ല എൻ്റേത്. അതായത് ഒരു അച്ഛനും അമ്മയും നിന്നൊന്നും ഉണ്ടായതല്ല, പരമാത്മയിൽ നിന്ന് നേരിട്ട് വന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ ഒരു മനുഷ്യൻ്റെ ആത്മീയമായ അനുഭവങ്ങളെയോ ആത്മീയമായ തോന്നലുകളെയോ നമ്മൾ ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ല, ലോജിക്കില്ല. പക്ഷേ അദ്ദേഹം തന്നെ ഒരിക്കലും ലോജിക്കലായിരുന്നില്ല. ഇപ്പോൾ ബയോളജിക്കലും അല്ലാതെ രാഹുൽ ഗാന്ധി കളിയാക്കുന്ന പോലെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ഒരു മനുഷ്യൻ സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ അയാളുടെ സംസാരത്തിൽ, അയാളുടെ പെരുമാറ്റത്തിൽ, എല്ലാത്തിലും കാണുമല്ലോ. അയാളൊരു ഭരണാധികാരിയാണെങ്കിൽ അതിലെ ഗവേണൻസിലും കാണും. ഇപ്പോൾ ശ്രീബുദ്ധൻ സ്പിരിച്വലായിരുന്നു. അശോക ചക്രവർത്തി പിന്നീട് സ്പിരിച്വലായി മാറിയതാണ്. അപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ് അശോക ചക്രവർത്തി. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു, സ്പിരിച്വലായി. പിന്നീട് അദ്ദേഹത്തിന് വന്ന മാറ്റം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ തോന്നുവാണ് അദ്ദേഹം സ്പിരിച്വലായെന്ന് തന്നെ വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുക. അങ്ങനെ സ്പിരിച്വലായ ഒരു മനുഷ്യനാണോ ഈ ക്യാമ്പയിനിൽ മുഴുവൻ വിഷം വമിപ്പിച്ചുകൊണ്ടിരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ശാസിക്കേണ്ടി വന്നു, നിയന്ത്രിക്കണമെന്നുകൊണ്ട് ശാസിക്കേണ്ടി വന്നു. അപ്പോൾ അത് സ്പിരിച്വലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി അല്ല കാണുന്നത്, അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. അതായത് ഗംഗയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് ന്യൂസ് 18 കൊടുത്തൊരു ഇൻ്റർവ്യൂവിലാണ് റൂബിക്ക ലിയാഖത്തിനോടാണ് പറയുന്നത്, ഞാനിങ്ങനെ ബയോളജിക്കലല്ല, എന്നെ പരമാത്മ നേരിട്ട് അയച്ചതാണ് എന്നുള്ളത്. അല്ല, അങ്ങനെ ഒരാൾക്ക് തോന്നാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മീയാനുഭവങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുന്നേയില്ല. ഇവിടെ അത് അവസാനഘട്ട ഇലക്ഷനിലേക്ക് പോകണം. അവസാന ഘട്ടങ്ങളിൽ ബീഹാർ, ബംഗാൾ പോലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി പോലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ 2019 കണ്ടാണ്. 2019 കേദാർനാഥിൽ പോയി അദ്ദേഹം ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ അതൊരു ഗുഹയൊന്നുമല്ല, ഗുഹയുടെ ഒരു വശത്ത് വിൻഡോയൊക്കെ ഉണ്ട്, വിൻഡോ ഷർട്ട് തൂക്കിയിടാനുള്ളത്. അതായത് അതിനുവേണ്ടി തയ്യാറാക്കിയ, തപസ്സരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ആധുനിക രൂപമുള്ള ഗുഹ എന്ന് നമുക്ക് പറയാം.
പക്ഷെ നമ്മൾ അവിടെ എന്താണ് കണ്ടത്, അദ്ദേഹം ഒറ്റയ്ക്കല്ല അവിടെ പോകുന്നത്, അദ്ദേഹത്തിനോടൊപ്പം ഒരു ക്യാമറ ഇന്ത്യ ഒരു പട തന്നെ ഉണ്ടായിരുന്നു. PR ടീമല്ല, ക്യാമറ ഇന്ത്യ പടം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ധ്യാനാത്മകനായിരിക്കുമ്പോൾ തൊട്ട് പുറകിൽ ക്യാമറ വന്ന് നിൽക്കുന്നു, പുറകെ ക്യാമറ വന്ന് നിൽക്കുന്നു. അത് വേറെ തരത്തിൽ അപഹസിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് അതിനൊക്കെ അവിടെ വോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് അവിടെ വോട്ട് കിട്ടിയത്. കഴിഞ്ഞ തവണ അവസാന ഫേസിൽ മോദി ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി കണ്ടിട്ടല്ല. മോദിയുടെ വോട്ട് ബാങ്കേഴ്സ് മോദിയുടെ സ്പിരിച്വാലിറ്റി കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ രാമക്ഷേത്രം മതിയായിരുന്നു മോദിക്കും BJPക്ക് തവണ കോൺഫിഡൻസോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ. കാരണം ഒരു ക്ഷേത്രം ഉണ്ടാക്കി, എന്താണ് ദേശത്തിൻ്റെ ദൈവമായ രാമന് വേണ്ടി ക്ഷേത്രം ഉണ്ടാക്കിയ BJPക്ക് നരേന്ദ്രമോദിക്ക് ആൾ വോട്ട് ചെയ്യായിരുന്നു. ഈ പോൾ പെർസെൻറ്റേജ് ഒന്നും കുറയില്ലായിരുന്നു. അപ്പോൾ മോദിയുടെ സ്പിരിച്വാലിറ്റിക്കാണ് ആൾ വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമല്ല എന്നാണ് പറയുക. മോദി എത്രമാത്രം എന്താണ് വെറുപ്പ് പറയുന്നുവോ, മോദി എത്രമാത്രം എന്താണ് ഹിംസാത്മകമായി പെരുമാറുന്നുവോ, മോദി എത്രമാത്രം രാജ്യത്തെ ഡിവൈഡ് ചെയ്യുന്നുവോ, അങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടുക. മോദിയുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആത്മീയതയല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് മുമ്പേ എടുക്കാമായിരുന്നല്ലോ. അത് മുമ്പേ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. മുഴുവൻ സമയം കാഷായ വസ്ത്രധാരിയായ ഒരു പ്രധാനമന്ത്രിയായി യോഗിയെ പോലെ അദ്ദേഹത്തിന് കാഷായൊക്കെ ധരിച്ചുകൊണ്ട് പാർലമെൻറ്റിലൊന്നും ആരെങ്കിലും ചോദിക്കുമോ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഏറ്റവും എന്താണ് ഇടയ്ക്ക് താടിയൊന്നും കിട്ടിയില്ല. അത് കോവിഡിൻ്റെ സമയത്താണ് ടോപ്പ് എൻഡിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അദ്ദേഹത്തിന് കാഷായം ധരിച്ചുകൊണ്ടൊന്നും ഇവിടെ അത് ഒരു തന്ത്രം മാത്രമാണ്, രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അദ്ദേഹത്തിന് വോട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി വെറുപ്പ് പറയുക എന്നുള്ളതാണ്, ജനങ്ങളെ വിഭജിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരുക എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ഇനി വിവേകാനന്ദ പാറയിൽ പോയിരുന്നുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ BJPക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2019 ആ പ്രയോഗം അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ധ്യാനം ആത്മാർത്ഥമായ ആധ്യാത്മികതയല്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് ജൂൺ 4 അറിയാം.